ഹായ് ഗേൾസ്, ഇന്ന് നമ്മളൊരു പുതിയ ചാനൽ ഉണ്ടാക്കുകയാണ്. ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗേൾസിനെ പറ്റി മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ലേഡീസിനെ പറ്റി നമ്മുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത്, നമ്മൾ മാരേജിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പെൺകുട്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ്. ഒരുപാട് വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. കുറച്ച് വർഷങ്ങളായിട്ടുള്ള മാരീഡ് ഒരു ലേഡിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കൾച്ചറിൽ മലബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയി നിൽക്കേണ്ട ആളുകളാണ്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും അവനവൻ്റെ സ്വന്തം വീടുകളിൽ താമസിക്കാൻ പറ്റുന്ന ഒരു കൾച്ചറിൽ താമസിക്കുന്ന ജീവിക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. രണ്ടായാലും തന്നെ ഈ ഇപ്പോൾ പറയുന്ന ഒരു പോയിന്റ് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാരേജൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ അവരുടെ പാരൻസ്, അല്ലെങ്കിൽ അവരുടെ കസിൻസ് എല്ലാം നമ്മളെ ഫോൺ ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ മാരേജ് കഴിഞ്ഞിട്ടുള്ള ലേഡീസിൻ്റെ കാര്യത്തിലായാലും നമുക്കെല്ലാവർക്കും കോൾ വന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഒരു കോളേജിൽ പോയിട്ട് ഒരു നിയർ ബൈ ഇരിക്കുന്ന ഒരു കുട്ടീനോട് സംസാരിക്കുന്ന പോലെ വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമ്മൾ മാരേജ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരാളുടെ റിലേറ്റീവ്സ് നമ്മളോട് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മളോട് വിളിക്കുമ്പോൾ ഉള്ളത്. ചില ആളുകൾ, ചില പെൺകുട്ടികൾ പക്ഷേ ഒരു 20 വയസ്സാകും, 21 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ്, അതിൽ കൂടുതൽ കുറവോ ഉള്ള പെൺകുട്ടികളായിരിക്കാം. ഇപ്പം നമ്മൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നവരാണ് എല്ലാവരും. പണ്ടത്തെ പോലെയല്ല, എല്ലാവരും കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ, ആ ഒരു കൾച്ചറിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരാൻ ചാൻസ് ഉള്ള വലിയൊരു കാര്യമാണ് ഇവരുടെ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളോ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ പാരൻസ് ആയിരിക്കാം, അവരുടെ സിബ്ലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കസിൻസ് ആയിരിക്കാം, ആര് തന്നെ ആയാലും നമുക്ക് അവരെ പറ്റിയിട്ട് യാതൊരു അറിവുമില്ല. അതേസമയം നമ്മുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളോട് നമുക്ക് സംസാരിക്കാം. അത് നമ്മൾ പരസ്പരം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതിലേറെ ലിമിറ്റും കാര്യങ്ങളും ഉണ്ട് നമ്മൾ റിലേറ്റീവ്സിനോട് സംസാരിക്കുമ്പോൾ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ വുഡ് ബീൻ്റെ റിലേറ്റീവ്സ് നമ്മളൊരു ജഡ്ജ്മെൻ്റൽ മൈൻഡോട് കൂടിയായിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമുക്കത് മനസ്സിലാക്കാൻ ടൈം എടുക്കും. ഒരാൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലർക്ക് ഒരുപാട് ടൈം എടുക്കും. നമ്മളൊരു പ്രാവശ്യം പോലും, അല്ലെങ്കിൽ 1 2 പ്രാവശ്യം നേരിൽ കണ്ടിട്ടുള്ള ആളുകൾ നമ്മൾ ഫോണിലൂടെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ സംസാരിക്കുന്നത് വിഡിത്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു പക്ഷേ തോന്നും, മാരേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ഹസ്ബൻഡിൻ്റെ പാരൻസിനെ നമ്മുടെ പാരൻസ് ആയിട്ട് തന്നെ കാണണം, അവരുടെ സിബ്ലിങ്സിനെ നമ്മുടെ സിബ്ലിങ്സ് ആയിട്ട് തന്നെ കാണണം, അവരുടെ റിലേറ്റീവ്സിനെ അവിടെ നന്നായിട്ട് പെരുമാറണം. എല്ലാം തന്നെ ശരിയാണ്. പക്ഷേ അവരുടെ പാരൻസും നമ്മൾ കുഞ്ഞിലേ മുതൽ നമ്മളെ വളർത്തി വലുതാക്കിയ പാരൻസ്, അവർ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ വേറെ ആരും നമ്മളെ മനസ്സിലാക്കില്ല. അത് എക്സെപ്ഷണൽ കേസസ് ഉണ്ടായിരിക്കാം. എല്ലാ പാരൻസും ഒരുപോലെ അല്ല. ടോക്സിക് ആയിട്ടുള്ള പാരൻസ് ഉണ്ട്, സ്നേഹം പ്രകടിപ്പിക്കാത്ത പാരൻസ് ഉണ്ട്. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ പാരൻസിൻലോ അല്ലെങ്കിൽ മദറിൻലോ പിന്നെ ഫാദറിൻലോ എന്നുള്ളതും നമ്മുടെ ഓൺ പാരൻസ് എന്ന് പറയുന്നതും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ പിന്നെയും പറയുന്നത് ഇതിൽ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. പക്ഷേ ഒരുവിധം നമുക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻലോസിനോട്, അത് സിസ്റ്റർ ഇൻലോസ് ആയാലും വേണ്ടില്ല, നമ്മുടെ പാരൻസ് ഇൻലോസ് ആയാലും വേണ്ടില്ല, അവരോടെല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് നമ്മുടെ ഭാവിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. നമ്മളെ എല്ലാവരും ഒരേപോലെ ആവണമെന്നുമില്ല. പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി ഒരു 1 2 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരെ മനസ്സിലാക്കി
അവരുടെ ആര് തന്നെയായാലും അവരെ വലിയപ്പോൾ നമുക്ക് അവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആവാം. അവരുടെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ സിബ്ലിങ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ബ്രദേഴ്സും ഒക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആവാൻ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള എക്സെപ്ഷണൽ കേസസ് ഒക്കെ ഉണ്ട്. പക്ഷേ കൂടുതലും വരുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു ടൈം പീരീഡിൽ പറയുന്ന കാര്യങ്ങൾ അത് അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കും. പിന്നീട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് അവിടെ എടുത്ത് പറയും. അപ്പം നമുക്കത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിക്വേഷനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ ആരോടൊക്കെ പറയണം എന്നുള്ള ഒരു ലിമിറ്റ് വെക്കണം. അത് വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു പക്ഷേ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. നമ്മളെ പെട്ടെന്ന് ബാധിക്കാത്തിടത്തോളം കാലം അങ്ങനെയുള്ള ആരോടും നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു മാരേജ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡും വൈഫും അല്ലാത്ത നമ്മുടെ ഒരു കൾച്ചറിൽ, ഇപ്പം ഞാൻ വരുന്നത് ഒരു മുസ്ലിം കൾച്ചറിനാണ്. അതല്ല കേരളത്തിലുള്ള ഏത് പെൺകുട്ടികളായാലും അവരുടെ ഒരു കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ആയിരിക്കും അവരുടെ റിലേറ്റീവ്സും അവരുടെ ബന്ധുക്കളും അവരുടെ വീട്ടിലും ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാവിയിലേക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ നല്ല സ്വഭാവങ്ങളും നമ്മൾ പറയും, നമ്മുടെ ചീത്ത സ്വഭാവങ്ങളും പറയും. ഇതിലൊരു പക്ഷേ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ അവർ മറക്കാൻ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഒരു ബാഡായിട്ടുള്ള സ്വഭാവമായിരിക്കും അവർ നമ്മളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ മതി, നമുക്കത് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ കുറച്ചും കൂടെ ഒരു കണ്ണിങ് ആയിട്ട് ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും, 1-2 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെയുള്ള ഒരുവിധ ആളുകളെയൊക്കെ പറ്റിയിട്ട് നല്ല ധാരണയായിരിക്കും. അപ്പം നമുക്ക് അവരുടെ ഇടയിൽ നിന്ന് ഫ്രണ്ട്സിനെ എടുക്കാം. പക്ഷെ അതൊന്നും പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ മേലെ ആവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയുള്ള അഭിപ്രായങ്ങളാണുള്ളത്? നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്താണെന്നുള്ളത് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ശരി, ബൈ.